കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. 2011 വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പുതുതായി രൂപം കൊണ്ടത്. മുമ്പ് തിരുവനന്തപുരം നോർത്ത് ആയിരുന്നു ഈ മണ്ഡലം. തിരുവനന്തപുരം നോർത്ത് ആയിരുന്നപ്പോൾ CPM നേതാവായിരുന്ന M വിജയകുമാർ ആയിരുന്നു അവിടെ വിജയിച്ചിരുന്നത്. എന്നാൽ 2011 മണ്ഡലം പുനർനിർണയിച്ചപ്പോൾ അത് വട്ടിയൂർക്കാവായി മാറി. മണ്ഡലം രൂപീകരിച്ചതോടെ ആദ്യമായി അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത് കോൺഗ്രസിന്റെ സീനിയർ നേതാവായ K മുരളീധരനായിരുന്നു. അന്ന് മുരളീധരന്റെ എതിരാളി കോൺഗ്രസിൽ നിന്നും ഇറങ്ങിപ്പോയ ചെറിയാൻ ഫിലിപ്പായിരുന്നു. അന്ന് അദ്ദേഹം ഇടത് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് വട്ടിയൂർക്കാവിൽ മത്സരിച്ചത്. എന്നാൽ 16,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് K മുരളീധരൻ വിജയിച്ച മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം. പിന്നീട് 2016-ൽ മണ്ഡലത്തിൽ CPMന്റെ സീനിയർ നേതാവായ TN സീമയായിരുന്നു K മുരളീധരനെ നേരിടാൻ ഇറങ്ങിയത്. എന്നാൽ സീമയ്ക്ക് 3-ാം സ്ഥാനത്തേക്ക് എത്തേണ്ടി വന്നു. 2-ാം സ്ഥാനം BJP പിടിച്ചെടുത്തപ്പോൾ 5,000-ൽ പരം ഭൂരിപക്ഷത്തോടെ K മുരളീധരൻ രണ്ടാമതും വട്ടിയൂർക്കാവിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എന്നാൽ പിന്നീട് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വടകരയിൽ മത്സരിച്ച് K മുരളീധരൻ വടകര MP ആയപ്പോൾ ആ ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോയ VK പ്രശാന്ത് CPMന് വേണ്ടി മത്സരിച്ചപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മണ്ഡലം കോൺഗ്രസിന് നഷ്ടപ്പെടുകയായിരുന്നു. ഏതാണ്ട് 14,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ മണ്ഡലം CPM പിടിച്ചെടുത്തത്. പിന്നീട് 2021-ലും VK പ്രശാന്ത് തന്റെ നില മെച്ചപ്പെടുത്തി. 21,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ പ്രശാന്തിന് ലഭിച്ചത്. യൂത്ത് കോൺഗ്രസിലെ വീണയ്ക്ക് സീറ്റ് നൽകിയപ്പോൾ വീണ 3-ാം സ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. ഒന്നാഞ്ഞു പിടിച്ചാൽ UDFന് സ്വന്തമാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്നതിൽ സംശയമില്ല. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ മുഴുവൻ വോട്ടുകളും പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിച്ചാൽ ഈ സീറ്റിൽ ഉറപ്പായും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. K മുരളീധരൻ തൃശൂരിൽ പരാജയപ്പെട്ടതിനു ശേഷം വട്ടിയൂർക്കാവിലാണ് സജീവമായിട്ടുള്ളത്. അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ലെങ്കിലും 2026-ൽ ഒരിക്കൽ കൂടി K മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഇറങ്ങണമെന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഒരു സംസ്ഥാനതല നേതാവിനെയെങ്കിലും ഇറക്കേണ്ടതുണ്ട്. K മുരളീധരൻ, രമേശ് ചെന്നിത്തല, അതുപോലെ ശശി തരൂർ തുടങ്ങിയവരിൽ ആരെയെങ്കിലും മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ വട്ടിയൂർക്കാവ് കോൺഗ്രസിന് തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ തന്നെയാവും കോൺഗ്രസ് നേതൃത്വവും കണക്കുകൂട്ടുന്നത്.